ബോസ് ഫാൻസ് എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്തിട്ടിരിക്കണ രതീഷ് പുറത്തായോ എന്നുള്ള സംഭവമാണ് ഇപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു രതീഷ് പുറത്തായോ എന്നുള്ള ഒരു സംഭവം നോക്കണമെങ്കിൽ അതിനെപ്പറ്റി പല സ്ഥലത്തു നിന്നും പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതായത് പുറത്തായി എന്നാണ് ഭൂരിഭാഗം പേര് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം അതിനകത്തൊക്കെ സത്യാവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഫേക്ക് ആണോ, അതൊന്നും നമുക്ക് നാളത്തെ എപ്പിസോഡ് വരാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ എപ്പിസോഡിനകത്ത് അങ്ങനെ രതീഷിനെ പുറത്താക്കാൻ മാത്രമുള്ള എന്തെങ്കിലും സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എങ്ങാനും പുറത്താക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ട്വിസ്റ്റ് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഇന്ന് മൊത്തത്തിൽ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷോക്ക് എപ്പിസോഡായിരുന്നു, നല്ല ഷോക്ക് എപ്പിസോഡ്. അപ്പം ഈ ഒരു എപ്പിസോഡിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടനൊക്കെ വന്നിട്ടുണ്ടായി. അപ്പം ലാലേട്ടൻ്റെ ഭാഗമായിട്ട് അതായത് ലാലേട്ടനൊന്നും പ്രത്യേകിച്ചൊന്നും ഒന്നും പറഞ്ഞില്ല, എത്രത്തോളം വിഷയങ്ങളുണ്ടായി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ചവറുപോലെ അടിയും അതും പിന്നെ എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയ ലാലേട്ടൻ പറയണമെന്ന് തോന്നിയൊരു വിഷയമായിരുന്നു മറ്റേ ഗേ എന്ന് പറഞ്ഞ ആ ഒരു ഇഷ്യൂ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം കുറച്ച് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇവറ്റകൾ പറഞ്ഞിട്ടില്ല. അത് പറയാണ്ട് എന്തൊക്കെയോ കിടന്ന് അവിടെ കാട്ടുന്നു, കുറേ ഗെയിമുകൾ കൊടുക്കുന്നു. എൻ്റെ പൊന്നോ, ആ ഒരു ചുണ്ടും വെച്ചിട്ട് ഇങ്ങനെ ആ ചീട്ട് കൊടുക്കണ ആ ഗെയിമൊക്കെ ഉണ്ടല്ല, എന്ത് ടഫ് ഗെയിമാണെന്നറിയോ. ഹോഫ് എങ്ങനെ കൊടുക്കാൻ തോന്നിയതാണ്. അതായത് ഒരു ബിഗ് ബോസിനകത്ത് കൊടുക്കാൻ പറ്റിയ ഗെയിമാണ്. ഇമാതിരി ഗെയിമൊക്കെ വല്ല നേഴ്സറി പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുക്കുക, അവർ കാണിച്ചിരിക്കുന്നതിനേക്കാളും നന്നായിട്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ ജാസ്മിനും നമ്മുടെ ഗബ്രിയും കൂടെ ഇങ്ങനെ ഈ ചീട്ട് കൊടുക്കുന്ന ആ ഒരു സീൻ തന്നെ ഇവറ്റകളെ എടുത്തിട്ട് തമ്മിലിനകത്ത് ഇട്ടേക്കണം. അതായത് ഇവർ മാക്സിമം ഈ ജബ്രി എന്ന് പറഞ്ഞ് ഇവർ ഈ കോംബോ മാക്സിമം ഇട്ട് അവിടെ പൊല്ലിപ്പിക്കാൻ നോക്കണേണ്. അതായത് തമ്മിലൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കണതൊക്കെ കാണുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവർ ഈ കിടന്ന് കളിക്കുന്നത്. പക്ഷെ അന്ന് ആ ഒരു സാധനമൊന്നും പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്കടക്കം അതൊരു വെറുത്ത് തുടങ്ങി ആ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയാണ്? കാര്യം കണ്ടാൽ തന്നെ അറിയാം ഫേക്ക് കോംബോയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കോംബോ കടന്ന് നമ്മൾ ഭയങ്കരത്തോളം അങ്ങനെ കോരിത്തരിച്ചിരുന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇവരൊന്നും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞും കൂടെ നോക്കൂല. അങ്ങനെയുള്ള അവരെയൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ ഇമാതിരി കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നത്. അപ്പം ഈ ജബ്രി എന്ന് പറഞ്ഞ കോംബോനെ പറ്റി എനിക്ക് അതാണ് പറയാനുള്ള കാര്യം. അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് ചുമ്മാ ഒരു ഇപ്പം നമ്മുടെ ഈ ഗബ്രിയുടെ കാര്യമൊക്കെ നോക്കണമെങ്കിൽ പുള്ളിക്കാരനൊക്കെ നല്ല കണ്ടസ്റ്റൻ്റ് ആണ്. ഇപ്പം നോക്കണമെങ്കിൽ ഒരുമാതിരി ജാസ്മിൻ്റെ പിറകിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പം ഗബ്രീനെ കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. കാര്യം അത്രത്തോളം കാലിബറുള്ള ഇവരൊക്കെ ഇങ്ങനെ ഒരു കോംബോ കളിച്ച്. ഇപ്പോൾ ജാസ്മിനെ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ജാസ്മിൻ ഈ കോംബോനകത്ത് വന്നപ്പോൾ പിന്നെയും ഡൗൺ ആവാൻ തുടങ്ങി, ഗ്രാഫൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നല്ല ഷോ കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നോക്കണമെങ്കിൽ ആകെക്കൂടെ പറയാൻ പറ്റുന്നത് നമ്മുടെ ഇവനില്ലേ റോക്കിനെ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് എടുത്ത് പറയാൻ പറ്റണം. റോക്കി മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഞാൻ പറയുന്നത് റോക്കിയാണ് ബെസ്റ്റ് പ്ലെയർ എന്ന്. ഇന്നത്തെ എപ്പിസോഡിനകത്താണ് ഞാൻ പറയുന്നത് റോക്കിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ എപ്പിസോഡിന്. പുള്ളിയാണ് അത്യാവശ്യം വാ തുറന്ന് എന്തെങ്കിലും വേറൊരാൾക്കെതിരെ ഇപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റും വേഴ്സസ് അതേപോലെ തന്നെ രതീഷാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടിരിക്കുക. കാരണം ഇവർക്ക് എല്ലാവർക്കും അറിയാം രതീഷിനോട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാധനമുണ്ട് ഇവർക്ക്. കാര്യം രതീഷ് ആകുമ്പോഴത്തേക്കും അവർക്കൊരു സേഫ് ടാർഗറ്റാണ്. അതായത് അവർ രതീഷിനെ ടാർഗറ്റ് ചെയ്താലും ബാക്കിയുള്ളവർ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ആരും പറയില്ല നീ എന്തിനാണോ രതീഷിനോട് അങ്ങനെ പറഞ്ഞത് എന്ന് അവിടെ ആരും അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ സേഫായിട്ട്, അതായത് ഇവർക്ക് സേഫ് ഗെയിം കളിക്കുന്നവർക്കൊക്കെ വാ തുറക്കാൻ വേണ്ടി നല്ലൊരാളെന്ന് പറഞ്ഞാൽ അത് രതീഷ് തന്നെയാണ്. അപ്പോൾ ഈ രതീഷിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതുവരെ അവിടെ കണ്ടൻറ്റൊക്കെ കാണുന്നത്. ഈ രതീഷ് എന്ന് പറഞ്ഞാൽ ആളെ പിടിച്ച് നാളെ പുറത്താക്കുകയാണെങ്കിൽ ഇവറ്റകളൊക്കെ എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുമെന്നുള്ളതാണ് എൻ്റെ സംശയം. പിന്നെ അതേപോലെ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ സിജോ ഞാൻ പറഞ്ഞു വെച്ചാൽ അത് അത്യാവശ്യം നല്ലൊരു പ്ലെയറാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. പക്ഷെ ഇപ്പം ഞാൻ ആ സാധനം തിരിച്ചെടുക്കണേ. കാര്യം സിജോൻ്റെ ഒരു ഇത് നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പം രതീഷിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പുള്ളിക്കാരനെ കളി ഫുള്ള് നിൽക്കുന്നത്. അതായത് ഈ രതീഷ് ഇല്ലെങ്കിൽ സിജു ഇല്ല. അപ്പോൾ ഈ രതീഷ് എവിക്റ്റൊക്കെ ഇനി സിജു എന്ത് ചെയ്യും എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഈ സിജോയൊക്കെ വെറുതെ രതീഷിനെ മാത്രം, അതായത് ഫുള്ള് ഇന്ന് തന്നെ പുള്ളിക്ക് എത്രയോ സന്ദർഭങ്ങളുണ്ടായി പുള്ളിക്ക് വാ തുറക്കാൻ പറ്റിയ. ഇപ്പോൾ റോക്കിക്കെതിരെയാണെങ്കിൽ റോക്കിയുടെ വായെന്ന് വരുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ റോക്കിയുടെ വായെന്ന് വരാറുണ്ട്. പക്ഷെ എന്നാലും പുള്ളി എന്തെങ്കിലും അവിടുത്തെ ബാക്കിയുള്ളവർക്കെതിരെ പറയാറുണ്ട്. ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരനെ നമ്മുടെ ജാസ്മിനെതിരെ പറഞ്ഞു, അതേപോലെ മെയിനായിട്ട് ഗബ്രിക്കെതിരെ പറഞ്ഞപ്പോൾ ജാസ്മിനാണ് അവിടെ സംസാരിക്കണേ.
എന്തുവാടേ ഗബ്രിക്കും ആയില്ലേ നമ്മുടെ റോക്കി ചോദിച്ച പോലെ തന്നെ നീ എന്താടേ അവൻ്റെ വാല എന്ന് ചോദിച്ച പോലെ തന്നെ ആ ഒരു സെയിം സാധനം തന്നെ എനിക്ക് തോന്നിയത്. അതായത് ഞാൻ നോക്കുമ്പോൾ ഗബ്രി ഒളിച്ചിരിക്കുന്നുണ്ട്, ജാസ്മിൻ അവിടെ കടിച്ചു കീറാൻ പോണ് റോക്കിനെ. ഇവർ എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കണതെന്ന് എനിക്ക് മനസ്സിലാവണം. എന്നിട്ട് പറയും ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് പറയാണ്ട് പുറത്തിറങ്ങിയാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യൂല, അതാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതാ നമ്മളിതൊന്നും ആദ്യമായിട്ടല്ലല്ലോ കാണണം. പിന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നോക്കണേ, ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല ഇതുവരെ ഈ ഒരാഴ്ച നമ്മൾ നോക്കണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഒരു അനാവശ്യ വഴക്കുകളാണ് ഇതിനകത്ത് ഉണ്ടാക്കണം പലതും. അതായത് വെറുതെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ. ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസൺ നോക്കണമെങ്കിൽ ഇവർ തമ്മിലൊക്കെ ഭയങ്കര ഓണവില്ലൊക്കെ കളിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. അതായത് ഇവർ തമ്മിൽ ഇത് കഴിഞ്ഞിട്ട് ഗെയിമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഈ സീസൺ വന്നപ്പോഴത്തേക്കും ഉള്ളതിനും ഇല്ലാത്തതിനെ ഒക്കെ കൂടെ ഉമ്മാർ പ്രശ്നം ഉണ്ടാക്കി ആകെ മൊത്തം അങ്ങനെ അലങ്കോലമാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ സീസൺ 4 മുകളിൽ പോകുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നും ഒരു കാലത്ത് നടക്കാൻ പാടുള്ളൂ. സീസൺ 4 അത്ര പറയാനുള്ളൂ. അല്ലാണ്ട് ഈ സീസണൊന്നും എനിക്ക് തോന്നുന്നുള്ള ഗതി പിടിക്കുന്നത്. കാര്യം അമ്മാതിരി ഒരു വീക്കൊരു കണ്ടസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത്. ഇപ്പം ഈ രതീഷിനെ എല്ലാവരും ഭയങ്കരമായിട്ട് പൊക്കണൊക്കെ ഉണ്ട്. അത്രയ്ക്ക് പൊക്കാൻ മാത്രമൊക്കെ പുള്ളി എന്താ അതിനകത്ത് കാട്ടറേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയാണ്ടല്ലാണ്ട് പുള്ളിക്കാരൻ അതിനകത്ത് ഭയങ്കര ഒരു ബെസ്റ്റ് പ്ലെയർ ആണെന്നും, അതായത് ഇപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. അല്ലാണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പുള്ളിയാണ് ഭയങ്കര കിടിലം പ്ലെയറാണ്, ഇത്രയും നല്ല കിടിലം പ്ലെയറിനെ നമ്മൾ വേറെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ പറയുന്ന പല കാര്യങ്ങളാണെങ്കിലും അതായത് ഭയങ്കര രീതിക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല കാര്യങ്ങളും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ലാലേട്ടൻ എടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് ലാലേട്ടൻ എന്തെന്നാണ് പറഞ്ഞത്, ആകെ കൂടെ ആ ഒരു നമ്മുടെ ഈ ജാൻമണീനെ കെട്ടിപ്പിടിച്ച് ആ ഒരു സീനും പറഞ്ഞ് പിന്നെ അങ്ങനെ 1-2 സീനുകൾ മാത്രം പുള്ളിക്കാരൻ പറഞ്ഞുള്ളൂ ലാലേട്ടൻ. ഇന്ന് പുള്ളി വന്നിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ കാറും ചുണ്ടത്ത് വെച്ച് കൊടുത്തിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ ഇമാതിരി കളിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് പോലെ മൈൻഡ് ഗെയിം കൊടുക്കാൻ നോക്കുന്നത് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ ജബ്രിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ല, അതിനൊന്നും നമ്മൾ വെച്ചിട്ടിരിക്കേണ്ട, അതായത് വെച്ചിട്ടിരിക്കേണ്ടെന്നല്ല, ഇങ്ങനെ കിടന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അവർ രണ്ടുപേരും സിംഗിളായിട്ട് നിൽക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, അല്ലാണ്ട് ഇമാതിരി ഫേക്ക് കോമ്പോ കളിച്ചിട്ട് എടുക്കണം. അവരെ ഇപ്പം ഞാൻ കണ്ടായിരുന്നു പലര് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ പേജൊക്കെ ഉണ്ടായിരുന്നു ജബ്രി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാടേ, അതായത് നിങ്ങൾക്കൊന്നും ഇപ്പോഴും ബോധം വെച്ചിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇത്രയും നമ്മൾ സീസണുകൾ കണ്ട് ഇത്രയും നമ്മൾ കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇപ്പോഴും ആരെങ്കിലും ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കണം കണ്ടു കഴിഞ്ഞാൽ ലവ് ട്രാക്ക് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസാരിക്കണം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ കുഴിയിൽ വീണു ആ മാത്രമുള്ള ഈ ആൾക്കാരെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പം രതീഷിനെ എവിക്റ്റ് ചെയ്യുമെങ്കിൽ തന്നെ ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്തായിരിക്കും അതൊക്കെ കാണിക്കണത്. പിന്നെ ഈ രതീഷിൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി ഇടയ്ക്ക് ഈ ഞാൻ ഔട്ടാവണം, എന്നെ ഔട്ടാക്കും ബിഗ് ബോസ്, എന്നെ ഔട്ടാക്കും ബിഗ് ബോസ്, അങ്ങനെ ഇങ്ങേർക്ക് പ്രാന്തുണ്ടായി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടിരിക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ആ ഒരു സീസണിനകത്താണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ഷോയിനകത്ത് എത്തിപ്പെടുന്നത്. ഇപ്പോൾ രതീഷ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടായി അവിടെ എത്തിയത്. അങ്ങനെ എത്തിയ ഒരാൾ, അതായത് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വില അറിയാവുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലെന്നേ ഞാൻ പറയുള്ളൂ. അറിയാം പുറത്താക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പെട്ടി രതീഷ് ബാക്ക് ചെയ്തിട്ട് പോന്നു, അങ്ങനെ ചിലപ്പോൾ ഡയലോഗ് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഈ ഗെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് എടുത്തിട്ട് ചിലപ്പോൾ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് രതീഷിനെതിരെ കംപ്ലൈൻറ്റ് പോയിന്ന് അങ്ങനെ വല്ലതും പറഞ്ഞ് എവിക്റ്റ് ആക്കുക. അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങളാണ് രതീഷിനെതിരെ അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രതീഷിനെ എവിക്റ്റ് ആക്കാമെന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസിൽ അങ്ങനെ ഭയങ്കര വലിയൊരു ഡീലൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രതീഷിനെ എവിക്റ്റ് ആക്കേണ്ട ഒരു കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളി ഈ ആദ്യ ആഴ്ചയിൽ തന്നെ അങ്ങനെ എവിക്റ്റ് ആവേണ്ട ഒരാളൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രതീഷ് എന്ന് പറഞ്ഞാൽ. കാര്യം അത്യാവശ്യം പുള്ളി ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കണ്ടന്റ് പേരിനാണെങ്കിലും പുള്ളി കണ്ടന്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പം 2 കോമണേഴ്സ് അതിനകത്തുണ്ടല്ലോ, ഈ നമ്മൾ വാഴകൾ അവിടെ 2 ബിഗ് ബോസ് നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ വാഴകൾക്ക് പകരം വേണമെങ്കിൽ അവരെ പിടിച്ച് നിർത്താം, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വാഴയാണെങ്കിൽ രതീഷിനെതിരെ മാത്രം കടന്ന് കാറി കൂവുന്ന ഒരു വാഴയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉറക്കണ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ 2 പിടിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് സൂപ്പർ ഹീറോ അങ്ങനെ എന്താണ് പറഞ്ഞൊക്കെ ടാസ്ക് ഒക്കെ ഇന്ന് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ എന്തിനാണ് തുറക്കാത്തങ്ങൾ പോലും ആ ശ്രീതുമൊക്കെ എന്തിനാണാവോ ഞാൻ സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഇഫക്റ്റുകളൊക്കെ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ നല്ല അടിപൊളിയാന്ന് പറഞ്ഞ് പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ
നോക്കണം. ഇത് ആ ലാലേട്ടൻ്റെ ഒന്ന് വാ തുറന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായേനെ. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ. സീ യു.